ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ലേ, ഞങ്ങൾക്കിവിടെ ഏത്തപ്പഴം കിട്ടത്തില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് കുറച്ച് ഏത്തപ്പഴമൊക്കെ കിട്ടിയിട്ടുണ്ട്, ഏത്തക്ക കിട്ടിയിട്ടുണ്ട്. എങ്ങൊന്നുമല്ല, ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പം ഇത് പച്ചയായിരുന്നു. പച്ചയെന്ന് പറഞ്ഞാൽ ഒരുവിധം പഴുത്തത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ നോക്കിയാണ് എടുത്തത്. പക്ഷേ 3 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഏത്തപ്പഴം ഈ പരുവത്തിലായി, ശരിക്കും പഴുത്തു. ഇനി ഇതൊന്ന് പഴംപൊരി ഉണ്ടാക്കിയെടുക്കണം. പഴംപൊരിയുടെ റെസിപ്പിയൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്, എല്ലാവർക്കും അറിയാം പഴംപൊരി ഉണ്ടാക്കാൻ. അതുമല്ല, യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ടല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ്. ഇതുപോലെ ഞാനിതൊക്കെ ഒന്ന് തൊലി കളഞ്ഞടിച്ചിട്ട് പകുതി അത് കേടായിപ്പോയി, അതുപോലെ നല്ലവണ്ണം പഴുത്തു പോയി. പിന്നെ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കേടായ ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ കീറിയെടുത്ത് പഴംപൊരി ഉണ്ടാക്കുന്നത്. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ പഴംപൊരി കഴിച്ചു, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റുകളൊന്നും കിട്ടത്തില്ല. കാരണം കൂടുതലും മൈദയും കുറച്ച് പത്തലായിരുന്നു പറഞ്ഞാൽ കനം കുറച്ച് ഈ ഏത്തക്ക അരിഞ്ഞ് വെച്ചിട്ട് അത് മൈദയ്ക്കകത്ത് മൊത്തം മുക്കിയെടുത്ത് എണ്ണയൊന്നും കൊള്ളാത്ത. എനിക്ക് തോന്നുന്നു ഇപ്പം നാട്ടിലെ എല്ലാ കടകളിലും മലയാളികളെല്ലാം തോന്നുന്നു ഇതൊക്കെ ചെയ്യുന്നത്, ബംഗാളികൾ അങ്ങനെ ഹിന്ദിക്കാരാണ് തോന്നുന്നു ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ പണ്ടത്തെ പഴംപൊരിയുടെ ഇത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല ഇപ്പോഴത്തെ പഴംപൊരിക്ക് കടകളിൽ നിന്ന് വാങ്ങിച്ചാൽ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ വിചാരിച്ചു ഏതായാലും ഏത്തയ്ക്ക കൊണ്ടുവന്നല്ലേ, പഴുത്തു, നല്ലവണ്ണം പഴുത്തു, പഴംപൊരിക്ക് തക്ക പാകമായി. അതുകൊണ്ട് ഇതുപോലെ പഴംപൊരി ഒന്ന് ഉണ്ടാക്കി കഴിക്കാവുന്നേ. ഞാനതുപോലെ തന്നെ മൈദയൊക്കെ എടുത്തതിന് ശേഷം അതിൽ ചേരുവയൊന്നും ചേർത്തില്ല. മഞ്ഞളും പഞ്ചസാരയും പിന്നെ ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ഉപ്പും ചേർത്ത് ഇന്ന് കുഴച്ചെടുത്ത് മാത്രമേ ഞാനിത് ചെയ്യുന്നുള്ളൂ. ബാക്കി ഒരു ചേരുവയും ഞാൻ ചേർത്തിട്ടില്ല. ഏലക്കാപ്പൊടിയോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ഇതുപോലെ മൈദയിൽ മുക്കി വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ ഞാൻ ഞങ്ങളുടെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ ഞങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ കിട്ടുന്ന സന്തോഷമാണ് ഇങ്ങനെയൊക്കെ. ഇവിടെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഞങ്ങൾക്ക് കിട്ടാത്ത പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ ഞങ്ങൾ കേരളത്തിൽ വരുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലൊക്കെയാണ് കേരളത്തിൽ വരുന്നത്, അന്നേരം മാത്രമേ ഇതൊക്കെ അനുഭവിക്കാറുള്ളൂ. അതുപോലെ തന്നെയാണ് കപ്പ, ചേമ്പ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നാട്ടിൽ വന്നപ്പം കൊണ്ടുവന്നു. അതൊക്കെ ഒന്നും ഒത്തിരി ദിവസങ്ങൾ ഇരിക്കത്തില്ലല്ലോ. അതൊക്കെ പിന്നെ ഓരോ ദിവസങ്ങൾ ഓരോ പ്രാവശ്യത്തിന് 2 പ്രാവശ്യത്തിനൊക്കെ മാത്രം ഉപയോഗിച്ചിട്ട് പിന്നെ ഇപ്പം അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ മാത്രമേ അതൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അല്ലാതെ കൃഷിയൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. കപ്പ, ചേമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തെടുക്കും. ഏത്തവാഴയുടെ കൃഷി മാത്രമേ ഇവിടെ ഇല്ല. അത് ഞാൻ നട്ടു, പക്ഷേ അത് പിടിച്ചില്ല. ഞാലിപ്പൂവന്, വളങ്കോട് അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ.